Hi everyone, welcome to Android tutorial in Malayalam. Okay, ഇത് ആൻഡ്രോയിഡിന്റെ മലയാളത്തിലുള്ള ട്യൂട്ടോറിയലാണ്. സംശയങ്ങൾക്കും എൻക്വയറിക്കും വേണ്ടി നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് സന്ദർശിക്കാം vrfreelancers.webs.com. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാം, നിങ്ങൾക്ക് ഉള്ള ഡൗട്ട്സ് അതിനകത്ത് ഇടാം. അതിനൊക്കെതായ ആൻസേഴ്സ് ഞങ്ങൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇത് മലയാളത്തിലുള്ള ഒരു ട്യൂട്ടോറിയലാണ്, അതുകൊണ്ട് ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. ഓക്കെ ഓക്കെ ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ ട്യൂട്ടോറിയൽ ഇതിന്റെ ഫസ്റ്റ് ട്യൂട്ടോറിയലാണ്. ഈ ട്യൂട്ടോറിയലിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് പ്രോഗ്രാമിങ്ങിന് വേണ്ടിയുള്ള ബേസിക്സ്, അതായത് ആൻഡ്രോയിഡ് നമ്മൾ യൂസ് ചെയ്യുന്ന ഐഡി എക്ലിപ്സ് ആണ്. എക്ലിപ്സ് ഐഡിയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. എക്ലിപ്സ് ഐഡിയിൽ എങ്ങനെ നമുക്ക് ആൻഡ്രോയിഡ് വർക്ക് ചെയ്യാമെന്നാണ് ഞാൻ ഇതിനകത്ത് കാണിച്ചു തരുന്നത്. അതിനകത്ത് ആദ്യം നമുക്ക് വേണ്ട എക്ലിപ്സിൽ ആൻഡ്രോയിഡ് SDK നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ആൻഡ്രോയിഡ് SDK എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം പുതിയൊരു പ്രോജക്റ്റ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഈ ട്യൂട്ടോറിയൽ കാണിച്ചു തരുന്നത്. സോ ലിസൺ കെയർഫുള്ളി, ഹിയർ വി ഗോ. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ഇതിൽ ആൻഡ്രോയിഡ് എക്ലിപ്സ് നേരത്തെ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ എക്ലിപ്സ് എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നു വെച്ചാൽ എക്ലിപ്സിന്റെ വെബ്സൈറ്റ് ഉണ്ട്, www.eclipse.org. ഇതിൽ പോയാൽ പല വേർഷനിലുള്ള എക്ലിപ്സ് കാണാം. എക്ലിപ്സ് ജൂനോ, എക്ലിപ്സ് ഹെലിയോസ്, ഇൻഡിഗോ, ഏത് വേണമെങ്കിലും കാണാം. അതിൽ ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്ന ജൂനോ ആണ്. ജൂനോ അല്ലെങ്കിൽ ഇൻഡിഗോ രണ്ടും നല്ലതാണ് ആൻഡ്രോയിഡ് ഡെവലപ്മെന്റിന്. സോ അതിൽ യു ക്യാൻ ഡൗൺലോഡ് എക്ലിപ്സ് ജൂനോ ഓർ എക്ലിപ്സ് ഇൻഡിഗോ. അത് കുറച്ച് വലിയ ഫയലായിരിക്കും, അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിനു ശേഷം എക്ലിപ്സ് ഓപ്പൺ ചെയ്യുക. ഇതാണ് എക്ലിപ്സിന്റെ ഐക്കോൺ. എക്ലിപ്സ് ഓപ്പൺ ചെയ്യുക. സോ ഹിയർ വി ഗോ. ഇതാണ് എക്ലിപ്സ്. ഇതിൽ എക്ലിപ്സിൽ നമുക്ക് ആദ്യം ആൻഡ്രോയിഡ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആൻഡ്രോയിഡ് SDK എക്ലിപ്സിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് എങ്ങനെയാണ് ആൻഡ്രോയിഡ് SDK ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ എക്ലിപ്സിന്റെ വിൻഡോ എന്നൊരു ഓപ്ഷൻ കാണാം. വിൻഡോ, എന്റെ കർസർ പോകുന്നത് ശ്രദ്ധിച്ചാൽ ഞാൻ എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതിൽ വിൻഡോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ എക്ലിപ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് SDK മാനേജർ, AVD മാനേജർ എന്നുള്ള ഓപ്ഷൻസ് കാണാം. അപ്പോൾ നിങ്ങളുടെ എക്ലിപ്സിൽ ഈ ഓപ്ഷൻസ് ഇല്ല, കാരണം നിങ്ങൾ ആൻഡ്രോയിഡ് SDK ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. സോ നമുക്ക് അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. അതിൽ ഹെൽപ്പ് ഓപ്ഷൻ എടുക്കുക. ഹെൽപ്പ് ഓപ്ഷൻ ലാസ്റ്റ് ടാബാണ് ഹെൽപ്പ് ടാബ്. അതിൽ ഹെൽപ്പ് ഓപ്ഷൻ എടുക്കുക. അതിൽ ഇൻസ്റ്റാൾ ന്യൂ സോഫ്റ്റ്വെയർ അത് സെലക്ട് ചെയ്യുക. ഇൻസ്റ്റാൾ ന്യൂ സോഫ്റ്റ്വെയർ എന്ന് സെലക്ട് ചെയ്യുമ്പോൾ പുതിയൊരു വിൻഡോ വരും. ഇതാണ് ആ വിൻഡോ. അതിന്റെ മുകളിൽ വർക്ക് വിത്ത് എന്നൊരു ടെക്സ്റ്റ് ബോക്സ് കാണാം. വർക്ക് വിത്ത്, ആ ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ ഒരു SDK അതിന്റെ പ്ലഗിൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട്, ആൻഡ്രോയിഡിന്റെ പ്ലഗിൻ ഡൗൺലോഡ് ചെയ്യാൻ ആ വർക്ക് വിത്ത് എന്നുള്ള ആ ടെക്സ്റ്റ് ബോക്സിൽ അതിന്റെ URL കൊടുക്കുക. ആ ആൻഡ്രോയിഡിന്റെ URL കൊടുക്കുക. ഇതാണ് ആൻഡ്രോയിഡിന്റെ URL. dl-ssl.google.com/android/eclipse. ഇതാണ് അതിന്റെ URL. ഞാൻ ഈ ലിങ്ക് എല്ലാം എന്റെ വീഡിയോയുടെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം. സോ നമ്മൾ ആ ലിങ്കിലേക്ക് പോകുന്നു. വർക്ക് വിത്ത് എന്നുള്ളതിൽ നമ്മൾ ആ URL കൊടുക്കുന്നു. എൻ്റർ അടിക്കുക. എൻ്റർ അടിക്കുമ്പോൾ ഞാൻ അത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് കാണാൻ പറ്റില്ല. ദെൻ ഈ നെയിം വേർഷൻ എന്നുള്ള ആ സ്ഥലത്ത് അവിടെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് രണ്ട് ഓപ്ഷൻസ് വരും. ആ രണ്ട് ഓപ്ഷൻസ് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ അടിക്കുക അല്ലെങ്കിൽ ഫിനിഷ് ബട്ടൺ അടിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ആൻഡ്രോയിഡിന്റെ പ്ലഗിൻ ഇൻസ്റ്റാൾ ആകുന്നതാണ്. അത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ എക്ലിപ്സ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ എക്ലിപ്സ് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്കിവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എൻ്റെ എക്ലിപ്സിൽ അതേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. വിൻഡോയിൽ ആൻഡ്രോയിഡ് SDK മാനേജർ, AVD മാനേജർ, റൺ ആൻഡ്രോയിഡ് ലിങ്ക്, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം വരുന്നതാണ്. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ആൻഡ്രോയിഡ് പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തു എന്നാണ്. ഇനി നമുക്ക് ആൻഡ്രോയിഡ് SDK പല വേർഷൻസ്, ആൻഡ്രോയിഡിന്റെ പല വേർഷൻസ് ഉണ്ട്. ആ പല വേർഷൻസിലുള്ള ആൻഡ്രോയിഡിന്റെ ഡെവലപ്മെന്റ് ടൂൾ കിറ്റുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നതിൽ കാരണം എന്താണെന്ന് വെച്ചാൽ
പല ആപ്ലിക്കേഷൻസും ചില ആപ്ലിക്കേഷൻസ് ചില ആൻഡ്രോയിഡ് ഫോണുകളെ മാത്രം സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ഫ്രോയോ വേർഷൻ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷനുകളുണ്ട്, അല്ലെങ്കിൽ ജിഞ്ചർബേർഡ്, അല്ലെങ്കിൽ ജെല്ലി ബീൻ മുതലായ ഇങ്ങനെ ചില ആപ്ലിക്കേഷൻസ് ചില മൊബൈലിൽ മാത്രം സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. സോ നമുക്ക് ഏത് മൊബൈലിന് വേണ്ടിയാണ്, ഏത് ഡിവൈസിന് വേണ്ടിയാണോ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് അതിന്റെ SDK ഡൗൺലോഡ് ചെയ്യണം. നമ്മൾ വിൻഡോ സെലക്ട് ചെയ്യുക, അതിൽ ആൻഡ്രോയിഡ് SDK മാനേജർ എടുക്കുക. ആൻഡ്രോയിഡ് SDK മാനേജർ അപ്പോൾ പുതിയൊരു വിൻഡോ ഓപ്പൺ ആവുന്നതാണ്. അതിൽ കാണാം പല വേർഷനിലുള്ള പല ആൻഡ്രോയിഡ് വേർഷന്റെ SDK പ്ലാറ്റ്ഫോംസ് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ആൻഡ്രോയിഡ് 2.2, 4.0, 3 അങ്ങനെ പലത് കാണാൻ സാധിക്കുന്നതാണ്. ഇന്റർനെറ്റ് കണക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം അപ്ഡേറ്റ് ആയിട്ട് അതിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ ആവശ്യം, ഏത് SDK ആണോ നിങ്ങൾക്ക് ആവശ്യം അത് സെലക്ട് ചെയ്യുക. നല്ല ഇന്റർനെറ്റ് കണക്ടിവിറ്റി നല്ല സ്പീഡും ഒക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ നല്ല സിസ്റ്റത്തിന് അത് നല്ല കോൺഫിഗറേഷൻ ഉള്ള സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എല്ലാം സെലക്ട് ചെയ്തോളൂ. നമുക്ക് എപ്പോഴാണ് ഉപയോഗം വരുന്നത് പറയാൻ പറ്റില്ല. സോ എല്ലാം സെലക്ട് ചെയ്തോളൂ. അഥവാ നിങ്ങൾക്ക് ഇന്ന പ്ലാറ്റ്ഫോമിൽ ഫോർ എക്സാമ്പിൾ ഫ്രോയോയ്ക്ക് മതി 2.2 ആൻഡ്രോയിഡ് 2.2 വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്യുക. ആൻഡ്രോയിഡ് 4.1 വേണ്ടി ആപ്ലിക്കേഷൻ ആണെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണോ ആപ്ലിക്കേഷൻ വേണ്ടത് അതിനുവേണ്ടിയുള്ള സെലക്ട് ചെയ്യുക. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് ഓപ്ഷൻ ടൂൾസ്. ആ ടൂൾസിലെ 2 ഓപ്ഷൻസ് ഉണ്ട്, ആൻഡ്രോയിഡ് SDK ടൂൾസ്, ആൻഡ്രോയിഡ് SDK പ്ലാറ്റ്ഫോം ടൂൾസ്. ഈ 2 ഉറപ്പായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം, കാരണം അത് ഇൻസ്റ്റാൾ ചെയ്താൽ വർക്ക് ആവില്ല. പിന്നെ ആൻഡ്രോയിഡ് 4 തൊട്ട് ഉള്ള SDK പ്ലാറ്റ്ഫോം ഇൻസ്റ്റാൾ ചെയ്യുന്ന കൂടെ അതിന്റെ പ്രോസസറിന്റെ സിസ്റ്റം ഇമേജും കൂടെ ഇൻസ്റ്റാൾ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആൻഡ്രോയിഡ് 4.1.2 API 16 ഇതിന്റെ SDK പ്ലാറ്റ്ഫോം ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഇമേജ് സിസ്റ്റം ഇമേജ് കൂടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്നതല്ല. സോ ഏതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണോ അതെല്ലാം ചെക്ക് ചെയ്യുക. ദെൻ അപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ പാക്കേജസ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ലൈവ് ആവും. അതിൽ ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. സോ അത് അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. അത് ഓൺലൈൻ ഇൻസ്റ്റാളേഷൻ ആണ്. അത് കഴിയുമ്പോൾ ഏതൊക്കെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ അതെല്ലാം അതിന്റെ എല്ലാം റൈറ്റ് സൈഡിൽ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ് കാണിക്കും. അതിന്റെ അർത്ഥം ആ ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞ് കാണിച്ച ഓപ്ഷൻസ് എല്ലാം നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു എന്നാണ്. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് പറയാം, ഓക്കെ നമ്മൾ ഓൾമോസ്റ്റ് ആൻഡ്രോയിഡ് SDK ഫുൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാം.